നമസ്കാരം. നമ്മൾ ഇന്ന് ഫ്ലെക്സിബിൾ ഡ്രോപ്പ്, അതായത് ഈ സ്പ്രിംഗ്ലറൊക്കെ സീലിങ്ങിലേക്ക് പിടിപ്പിക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. സാധാരണ നമ്മൾ കാണുന്നത് സീലിംഗ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഓപ്പണായിട്ട് ഈ പറഞ്ഞ പെൻഡൻറ്റ് സ്പ്രിംഗ്ലർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എന്നാൽ സീലിംഗ് വരുമ്പോൾ ഈ പറയുന്ന സ്പ്രിംഗ്ലർ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഒരു ഫ്ലെക്സിബിൾ ഡ്രോപ്പിൻ്റെ സഹായം വേണ്ടി വരും. അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ഡ്രോപ്പിൻ്റെ സഹായത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സ്പ്രിംഗ്ലർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾ നേരത്തെ ടെസ്റ്റിന് വേണ്ടിയിട്ട് സ്പ്രിംഗ്ലർ ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ പ്രഷർ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട ഒരു സൈറ്റാണ്. ഇപ്പോൾ നമ്മൾ സീലിംഗ് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമുക്കതിൻ്റെ റീസെറ്റിംഗ് വരുന്നത്. ഇപ്പോൾ നമ്മൾ നിലവിലുള്ള അവിടുത്തെ പെൻഡൻറ്റ് സ്പ്രിംഗ്ലറിനെ റിമൂവ് ചെയ്യാണ്. ഇത് കണ്ടോ, ഇപ്പോൾ ആ ഈ ഫ്ലെക്സിബിളിൻ്റെ പ്രത്യേകത 1.5 മീറ്റർ ഇതിന് ലെങ്ത് ഉണ്ട്. പല ലെങ്ത്തിൽ ഇത് മേടിക്കാൻ കിട്ടും. കോമൺ ആയിട്ട് നമ്മൾ 1.5ൻ്റെ ഫ്ലെക്സിബിളാണ്, ന്യൂ ഏജിൻ്റെ ഫ്ലെക്സിബിളാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫ്ലെക്സിബിൾ നമ്മൾ കണ്ടില്ലേ, ഈ സീലിങ്ങിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏത് ലൊക്കേഷനാണ് ആ ലൊക്കേഷനിലേക്ക് ഇതിൻ്റെ ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിൽ ഇത് ഫ്ലെക്സിബിളാണ്. ഈ പൈപ്പ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പൈപ്പിലേക്ക് നമുക്ക് ഇതാണ് പെൻഡൻറ്റ് സ്പ്രിംഗ്ലർ. ഈ സ്പ്രിംഗ്ലർ കണ്ടോ, ഈ സ്പ്രിംഗ്ലറിൻ്റെ ഒരു സാധാരണ കാണുന്ന രീതിയിലുള്ള സ്പ്രിംഗ്ലർ അല്ല, ഇത് ത്രെഡഡ് ടൈപ്പ് ആയിട്ടുള്ളൊരു പെൻഡൻറ്റ് സ്പ്രിംഗ്ലറാണ്. ഇത് ഈ പറയുന്ന ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇതൊരു ക്യാപ്പാണ് അതിൻ്റെ, ഈ ത്രെഡിങ് ക്യാപ്പ് ഇതിന് ശേഷം ഫൈനലി വരും. ഇപ്പോൾ കണ്ടില്ല ഇൻസ്റ്റാൾ ചെയ്തേക്കണം. അതുപോലെ ഇതിൻ്റെ അകത്തായിട്ട് ഈ ക്യാപ്പ് വരും. ക്യാപ്പ് ഇൻ കേസ് ഓഫ് എന്തെങ്കിലും ഫയറൊക്കെ ആയി കഴിയുമ്പോൾ, ആ ഫയർ ഉണ്ടായി കഴിയുമ്പോൾ ആ ക്യാപ്പ് മെൽറ്റായി പോവുകയും ആ റെഡ് കളർ കാണുന്ന ബൾബിലേക്ക് തീ പെടുകയും അത് ബ്രേക്കായി അതിൽ നിന്ന് വെള്ളം വരികയും ചെയ്യാണ് സാധാരണ ചെയ്യുന്നത്. ഈ പറയുന്ന ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഫ്ലെക്സിബിൾ പ്രോപ്പറായിട്ടുള്ള ഏത് ഷീറ്റിലേക്കാണോ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഷീറ്റിലേക്ക് ഇത് ഫ്ലെക്സിബിൾ പ്രോപ്പറായിട്ട് വെക്കണം. വച്ചാൽ മാത്രം പോരാ, അതോടൊപ്പം തന്നെ ഈ ഫ്ലെക്സിബിളിനെ നമ്മളൊന്ന് ഹോൾഡ് ചെയ്യണം. കാര്യം വെള്ളത്തിൻ്റെ പ്രഷർ വരുമ്പോൾ ഒരിക്കലും ഈ ഫ്ലെക്സിബിളിൻ്റെ വെയിറ്റ് ഈ സീലിങ്ങിലേക്ക് എത്താൻ പാടില്ല. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് സീലിങ്ങിന് അത് ദോഷമായിട്ട് ബാധിക്കും, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഇരിക്കില്ല. അപ്പോൾ അതിനു മുമ്പ് ഈ സീലിങ്ങിനെ നമ്മൾ പ്രോപ്പറായിട്ട് ഈ ഫ്ലെക്സിബിളിനെ സീലിങ്ങിലേക്ക് ഒന്ന് ലോക്ക് ചെയ്യണം. അതിന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയാണ് സ്പ്രിംഗ്ലർ പറയുന്ന ക്ലാമ്പിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിനകത്തേക്ക് പ്രോപ്പറായിട്ട് ഹുക്ക് ചെയ്തിട്ട് ഈ 3-4 ഐറ്റംസാണ് നമ്മൾ മെയിൻലി പറയുന്ന ഐറ്റംസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. താങ്ക് യു.